മറ്റൊരു വാർത്തയിലേക്ക് പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ റിമാൻഡിലായ തെന്നിന്ത്യൻ സൂപ്പർ താരം അല്ലു അർജുൻ ജയിൽ മോചിതനായി. ഒരു രാത്രിയിലെ ജയിൽവാസത്തിനൊടുവിലാണ് താരം പുറത്തിറങ്ങിയത്. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുന്നുവെന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും താരം പ്രതികരിച്ചു. മരിച്ച യുവതിയുടെ കുടുംബത്തെ എല്ലാവിധത്തിലും സഹായിക്കുമെന്നും അല്ലു അർജുൻ പറഞ്ഞു. Thank you. I'm safe. Nothing to worry. I'm doing well. Thank you very much. And I also like to tell that I'm a law-abiding citizen. I respect the law, and I will cooperate with them, and I'll do the needful. And very importantly, I would like to give my condolences once again to the family. It is very, very unfortunate that we went to watch a film and there was an accident. That is totally unintentional. Went to watch a movie and due to an unfortunate accident there's been a loss of a person, and we're always very sorry for whatever's genuinely happened, and it's purely out of my personal control, and I've been doing that for the last 20 years. Last 20 years I've been going to watch my films, and I've been to that place not just only for my film, for my uncle's films. I've been there more than 30 times in my life. Never something like this has ever happened. It's purely accidental, purely unfortunate, and I will be there for the family to support them in whatever way I can. We can never cover the loss of the death of a person, but in whatever possible way I will be there for the family to support them. And once again, I like to thank each and every one of you from all over. बहुत शुक्रिया सबके लिए. अंदर के प्रति ఒక్కరికి చూసే ప్రతి ఒక్కరికి ధన్యవాదాలు తెలియజేస్తున్నాను. థ్యాంక్ యూ for each and everyone across all over. Thank you for your love. I am here today like this because of your love. Thank you. Support చేసిన అభిమానులకు కానీ of course I love my fans. Everybody knows that I love my fans. అంటే నెట్వర్క్ ఇండస్ట్రీ కూడా thank you. ജയിൽ മോചിതനായതിനു ശേഷമുള്ള അല്ലു അർജുന്റെ പ്രതികരണമായിരുന്നു അത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് മനു ഭരത്താണ് ചേരുന്നത്. മനു, അറസ്റ്റിന് മുമ്പ് തന്നെ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയ രാഷ്ട്രീയം, അറസ്റ്റിന് ശേഷമുള്ള രാഷ്ട്രീയം, അതിലേക്ക് വിശദമായി വരാം. അതിനു മുമ്പ് ചഞ്ചൽഗുഡ ജയിലിൽ നിന്ന് എപ്പോഴാണ് അല്ലു അർജുൻ പുറത്തിറങ്ങിയത്? അതിനുശേഷം അല്ലു അർജുൻ പറഞ്ഞത് എന്തൊക്കെ? മറ്റു വിവരങ്ങൾ. അഭിലാഷ്, ഈ ബെയിൽ നടപടിക്രമങ്ങൾ വൈകിയ ഒരു പശ്ചാത്തലത്തിൽ ഈ റിലീസ് കൂടുതൽ വൈകിയേക്കുമെന്ന ആശങ്കകൾ ഉണ്ടായിരുന്നു. ഏതായാലും രാവിലെ തന്നെ ഇന്ന് അല്ലു അർജുന് മോചിതനാകാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന ഒരു വിവരം വന്നിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം വീട്ടിലെത്തി, അദ്ദേഹം ഭാര്യയുമായും ഒക്കെ സംസാരിച്ചു. അവരുടെ ആദ്യം പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ട ശേഷം പിന്നീട് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. ഏതായാലും അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം വലിയ സമാശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ആശ്വാസകരമായി അദ്ദേഹം വീട്ടിലെത്തിയിരിക്കുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവും അവിടെ എത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്തു. കെ ചന്ദ്രശേഖർ റെഡ്ഡി അവിടെ എത്തി ജൂബിലി ഹിൽസിലെ അല്ലു അർജുൻ്റെ വസതിയിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തി. ഒപ്പം അല്ലു അർജുൻ്റെ വീട്ടിൽ അവർ സ്വീകരിക്കുന്നതിനായി ഭാര്യ സ്നേഹയും ഒക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അല്ലു അർജുൻ തനിക്ക് പിന്തുണ നൽകിയവരോടെല്ലാം തൻ്റെ നന്ദി അറിയിച്ചു. ആ സംഭവത്തിൽ അതീവമായ ദുഃഖം രേഖപ്പെടുത്തി. താൻ സുഖമായിരിക്കുന്നു, തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഈ വിഷയത്തിൽ താൻ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാകും തൻ്റെ ഭാഗത്തുനിന്ന് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. നിയമം അനുസരിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ട് ഏത് തരത്തിലുള്ള ഒരു സഹകരണം നിയമ സംവിധാനവുമായി ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ആ കുടുംബത്തോട്, അതായത് ഈ മരിച്ച രേവതിയുടെ കുടുംബത്തോട് ഉള്ള ദുഃഖവും ആ കുടുംബത്തിനോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേരുകയും അതൊരു ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്ന് പറയുകയും ചെയ്തു. ആ സംഭവം നടന്നതിൽ അതീവ ദുഃഖിതനാണ്. അതിൽ ഒരു ക്ഷമാപണവും അല്ലു അർജുൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതേസമയം അല്ലു അർജുൻ്റെ അഭിഭാഷകരാകട്ടെ ഈ നടന് നേരെ ജയിലിൽ ആവശ്യമായ നടപടികൾ ഉണ്ടായില്ല എന്ന ഒരു ആരോപണവുമായി രംഗത്ത് എത്തിയിരിക്കുന്നു. കോടതി ഒരു സ്പെഷ്യൽ
കാറ്റഗറി പ്രിസണർ എന്ന തരത്തിൽ പരിഗണിക്കാൻ നിർദ്ദേശിച്ചിരുന്നു എന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. അങ്ങനെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരു തടവുകാരനായി അല്ലെങ്കിൽ ഒരു കസ്റ്റഡിയിലുള്ളൊരു പ്രതിയായി കണക്കാക്കേണ്ട അല്ലു അർജുന് വേണ്ട സഹായം അല്ലെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ അവിടെ ഉണ്ടായില്ല എന്ന് അഭിഭാഷകൻ അശോക് റെഡ്ഡി ആരോപിച്ചിരിക്കുന്നു. മനു, അതാണല്ലോ ഇതിലേറ്റവും പ്രധാനം. അതായത് സാധാരണ ഒരു തടവുകാരനെ പോലെ മാത്രമാണ് അല്ലു അർജുനെ പരിഗണിച്ചത് എന്നാണ്. മാത്രവുമല്ല, ഇതിന് നിയമപരമായി നേരിടും എന്ന് പറയുമ്പോൾ പോലും അതെത്രത്തോളം സംശയമുണ്ടാക്കുന്ന ഒന്നാണല്ലോ. കാരണം ഇവിടെ കൃത്യമായി ഈ സ്ത്രീ രേവതി എന്ന സ്ത്രീ മരണപ്പെട്ടതിന് അവരുടെ കുടുംബം നൽകിയ ഒരു പരാതിയുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധിയായ പ്രതികളുണ്ട്. ആ പ്രതികളിലെ പ്രധാനപ്പെട്ട പ്രതികളെ എല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. ആ പ്രതിപ്പട്ടികയിൽ വരുന്ന ഒരാൾ കൂടിയാണ് അല്ലു അർജുൻ. ഒപ്പം ഇന്നലെ 14 ദിവസത്തേക്ക് കീഴ്ക്കോടതി റിമാൻഡ് ചെയ്യുന്നു. തൊട്ടു പിന്നാലെ നമ്മളടക്കം രാത്രിയാകുന്നു ഈ വാർത്ത, അതായത് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വാർത്ത നമ്മൾ പുറത്തേക്ക് വിടുമ്പോഴടക്കം സമയമേറെ വൈകുന്നു. അപ്പോൾ ജയിൽ അധികൃതരെ സംബന്ധിച്ച് ഏതെങ്കിലും മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലൊന്നും ജയിലിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കാൻ പറ്റില്ല. അതിന് കൃത്യമായ കോടതിയുടെ ഉത്തരവിന്റെ പകർപ്പ് ജയിൽ സൂപ്രണ്ടിന് ലഭിക്കണം. അത് ലഭിക്കുമ്പോഴുണ്ടാകുന്ന സമയം എന്നത് വളരെ നിർണായകമാണല്ലോ. ഒരു ജയിലിലെയും തടവുകാരനെ രാത്രി വൈകി പുറത്തിറങ്ങാൻ അനുവദിക്കാറില്ല നമ്മുടെ നിയമം, അല്ലെങ്കിൽ അതിന് സ്പെഷ്യൽ പരിഗണനയൊക്കെ വേണം. അപ്പോൾ നിയമപരമായി ഇങ്ങനെ നേരിടുമെന്ന് പറയുമ്പോൾ അതെത്രത്തോളം സാധ്യമാണ്? കാരണം പോലീസിനും നിയമ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ ജയിൽ അധികൃതർക്കും ഒക്കെ കൃത്യമായ നിയമപരമായി ഇതിനെ നേരിടാൻ അവർക്കും സാധിക്കില്ലേ? ഇതിൽ ഈ അഭിഭാഷകൻ അഭിലാഷ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, കോടതി ഉത്തരവിൽ വളരെ സ്പെസിഫിക് ആയ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഉത്തരവ് ലഭിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെ അല്ലു അർജുനെ മോചിതരാക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാണ് ഈ അഭിഭാഷകന്റെ നിലപാട്. അപ്പോൾ ആ കോടതിയുടെ കൃത്യമായ ഉത്തരവുണ്ടായിട്ടും നടപടിക്രമങ്ങൾ വൈകിച്ചു. അത് അങ്ങനെ നടപടിക്രമങ്ങൾ വൈകിക്കുമ്പോൾ അത് ഒരു ഇല്ലീഗൽ ഡിറ്റൻഷൻ അഥവാ അനധികൃതമായ തടങ്കൽ വെക്കലിൽ ആകും എന്ന് അദ്ദേഹം പറയുന്നു. കോടതി ഒരാളെ ഈ ഉത്തരവ് നൽകിയാൽ ഉടനെ മോചിപ്പിക്കണം എന്ന് പറയുമ്പോൾ തുടർന്ന് ആ നിയമം ലംഘിച്ച് വീണ്ടും അയാളെ തടവിൽ പാർപ്പിക്കുന്നത് അനധികൃതമായി തടവിൽ വെക്കുന്നതിന് തുല്യമാണ് എന്നാണ് നടന്റെ അഭിഭാഷകർ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നിയമ നടപടികൾക്ക് സാധുതയുള്ള ഒരു വിഷയമാണ് എന്ന കാര്യം കൂടി പുറത്തു വരുന്നത്. ഏതായാലും അതൊക്കെ ഇനി വീണ്ടും കോടതിയുടെ മുന്നിൽ പരിഗണനയ്ക്ക് വരേണ്ട വിഷയമാണ്. തീർച്ചയായും അത് നിയമപരമായ പോരാട്ടത്തിലേക്ക് കടക്കും. അതിനപ്പുറത്ത് ഈ വിഷയമുണ്ടാക്കുന്ന രാഷ്ട്രീയമുണ്ട്. തെലങ്കാനയുടെ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് അധികാരത്തിലേറുന്ന പശ്ചാത്തലമുണ്ട്. അവിടെ അല്ലു അർജുൻ അടക്കം സ്വീകരിച്ചിട്ടുള്ള പൊളിറ്റിക്സ് എന്നത് കോൺഗ്രസിന് എതിരായ പൊളിറ്റിക്സ് ആണ്. മാത്രവുമല്ല, ആന്ധ്രയും തെലങ്കാനയും വിഭജിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അല്ലു അർജുന്റെ കുടുംബം, മറ്റു പേരുകൾ, ബന്ധുക്കൾ അവരൊക്കെ രാഷ്ട്രീയവുമായി ഇഴചേർന്ന് നിൽക്കുന്നവർ ആണ്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ അറസ്റ്റ് മാറുന്നു. BRS രംഗത്ത് വന്നിരിക്കുന്നു, BJP രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് ഇതിൽ സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതികരണമായി പുറത്തു വന്നിട്ടുള്ളത്? എങ്ങനെയാണ് ഇതിനെ BRSഉം BJPയും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത്? മനു, ഏതായാലും ഇതിൻ്റെ നിയമവശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മുറുകുമ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വിവാദം എന്ന തരത്തിൽ അത് ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം, സാധാരണ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളിൽ വലിയ വിവാദങ്ങൾക്ക് നിൽക്കാത്ത യൂണിയൻ റെയിൽവേ മന്ത്രി ഈ വിഷയത്തിൽ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുന്നു. അശ്വിനി വൈഷ്ണവ് അദ്ദേഹം പറയുന്നു, ഇത് അവിടെ തിയേറ്റർ ആളുകളുടെ കയ്യിൽ നിന്ന് സംഭവിച്ച ഒരു വിഷയമാണ്. അപ്പോൾ ഇതിൽ ഈ വിഷയത്തിൽ ആ നിലയ്ക്കുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. അത് അവിടുത്തെ ക്രമസമാധാന സംവിധാനം, സ്റ്റേറ്റിൻ്റെ ലോ ആൻഡ് ഓർഡർ പൂർ മാനേജ്മെൻ്റ് ആണ്, അതിൻ്റെ കാര്യക്ഷമമില്ലായ്മയാണ് ഈ വിഷയത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് തെലങ്കാന അഡ്മിനിസ്ട്രേഷനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ റെയിൽ മന്ത്രി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഒരു നീക്കം നടക്കുന്നു എന്നത് അതീവ ദുഃഖകരമാണ് എന്ന് പറയുന്നു. അതേസമയം തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറയുന്നത് ഇത് ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് ഉണ്ടായിരുന്നു, വലിയ ഒരു പരിവേഷ്യം ഈ അല്ലു അർജുന് ഉണ്ടായിരുന്നു. അതാണ് ഈ വലിയ ഒരു ജനക്കൂട്ടം അവിടേക്ക് തടിച്ചുകൂടുന്നതിനും അത് തുടർന്ന് ആ അനിഷ്ട സംഭവം ഉണ്ടാകുന്നതിനുമൊക്കെ ഇടവെച്ചത്.
അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമാണ്. അല്ലു അർജുൻ എന്നത് ഒരു സിനിമാ നടൻ മാത്രമാണ്. അയാൾ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത ഒരു വലിയ വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം ഒരു സിനിമ അഭിനയിച്ചു, കുറച്ച് പണം സമ്പാദിച്ചു, വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരാൾക്ക് ഇത്രയും വലിയ ഒരു ബഹളമുണ്ടാക്കേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ പ്രതികരണം അത് ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെ രാഷ്ട്രീയപരമായി വരും എന്നത് നോക്കിക്കാണണം. കാരണം കോൺഗ്രസിൻ്റെ ഒരു നിലപാട് അതാണ്. അല്ലു അർജുൻ എന്നത് ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വലിയ ഒരു അംഗീകാരമോ പ്രത്യേകിച്ച് എന്തെങ്കിലും നൽകേണ്ടതിൻ്റെ ഒരു സാഹചര്യവുമില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ഒരു വീരനൊന്നുമല്ല, മറിച്ച് ഒരു സിനിമ അഭിനയിക്കുകയും അതുവഴി പണമുണ്ടാക്കുകയും ചെയ്ത ഒരു വ്യക്തി മാത്രമാണ് എന്ന് പറയുന്നു. അങ്ങനെ രേവന്ത് റെഡ്ഡിയുടെ നിലപാട് അതാണ്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ്. രാഷ്ട്രീയമായി BJPയും പ്രതിപക്ഷ കക്ഷികളും കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു ഭരണ പരാജയമായാണ് ഈ വിഷയത്തെ പ്രധാനമായി ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത്. കാരണം പോലീസിന് അതിൽ കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞില്ല, തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല, ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല തുടങ്ങിയ ആരോപണങ്ങൾ വയ്ക്കുമ്പോൾ ഇത് അല്ലു അർജുൻ എന്ന നടൻ വരുത്തിവെച്ച ഒരു വിനയായി കോൺഗ്രസ് നേതൃത്വം കാണുന്നു എന്നതാണ് അതിലെ ഏറ്റവും സങ്കീർണമായ വിഷയം. വരും ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കും. മാത്രവുമല്ല, ഈ ചലച്ചിത്ര രംഗം വളരെ ശക്തമായി തന്നെ അല്ലു അർജുന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്രത്യേകിച്ച് ഈ പുഷ്പ 2 എന്ന ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു വിഷയത്തിലാണ്, അല്ലെങ്കിൽ ഒരു ഗ്യാതറിങ്ങിലാണ്, ഒരു കൂട്ടായ്മയിലാണ് ഇത്തരം വിഷയം ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ അല്ലു അർജുൻ യാതൊരു തരത്തിലും കുറ്റക്കാരനല്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി ചലച്ചിത്ര ലോകം കോൺഗ്രസിൻ്റെ നിലപാടിനോട് എങ്ങനെയാണ് പൊരുത്തപ്പെടുക എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം സിനിമയിൽ അഭിനയിക്കുന്ന അത്ര വലിയൊരു സംഭവമല്ല, അതുവഴി പണമുണ്ടാക്കുന്നത് വലിയ കാര്യമല്ല എന്ന കോൺഗ്രസ് നേതാവിൻ്റെ തന്നെ പ്രതികരണം എങ്ങനെയാണ് ഇനി ചലച്ചിത്ര ലോകം വിലയിരുത്തുക? അവർക്ക് അത്ര താരപരിവേഷത്തിൻ്റെ ആവശ്യമില്ല എന്ന ആ നിലപാടിനെ എങ്ങനെയാണ് കാണുക എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ്. അതേസമയം ഇതിൻ്റെ നിയമവശം വരുമ്പോൾ ഇത് സ്വാഭാവികമായി നേരത്തെയും ഇങ്ങനെ ഷാറുഖ് ഖാന് സമാനമായ ഒരു തിരക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് കോടതിയിൽ ഈ വാദപ്രതിവാദങ്ങൾക്കിടെ അല്ലു അർജുൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. റെയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഷാറുഖ് ഖാൻ വസ്ത്രമൂരി എറിഞ്ഞതിനെ തുടർന്ന് ഇതുപോലെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്ന ഒരു തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ അത് ഒരു വലിയ കുറ്റകൃത്യമായി അങ്ങനെ ഒരു കൾപ്പബിൾ ഹോമിസൈഡായി എടുക്കുന്ന രീതി ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ കുറെ കൂടി കർശനമായി അല്ലു അർജുനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കം നടന്നു എന്ന അഭിഭാഷകരുടെ വാദം ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ തെലങ്കാന രാഷ്ട്രീയത്തിൽ വലിയ പ്രതിഫലനങ്ങൾക്കും പ്രതികരണങ്ങൾക്കും വഴിവെക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായും പ്രശാന്ത് കിഷോറുമായി അടക്കമൊക്കെ ചർച്ച നടത്തിയതും വലിയ തോതിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായി വരുന്നുണ്ട്. ഒപ്പം ഈ ആരാധകർ എന്നൊരു വിഭാഗമുണ്ടല്ലോ, അതിപ്പോൾ PR വർക്കിന്റെ ഭാഗമായി PR ഏജൻസികൾ വഴിയുമൊക്കെ ആരാധകരെ കൃത്രിമമായി സൃഷ്ടിക്കുന്ന സാഹചര്യവുമുണ്ട്. അതൊക്കെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ തിക്കും തിരക്കും പോലും കൃത്രിമമായി സൃഷ്ടിക്കുന്ന സാഹചര്യം പോലും പുതിയ കാലഘട്ടത്തിലുണ്ടല്ലോ മനു. പക്ഷെ നമുക്കറിയാം, ഈ തമിഴ്നാട്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ സിനിമാ താരങ്ങൾക്ക് താരപരിവേഷത്തിനപ്പുറത്ത് വൈകാരികമായി അവരെ നോക്കിക്കാണുന്നവർ ആണ് സിനിമാ പ്രേമികൾ. ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ളതാണല്ലോ, ഈ രജനീകാന്തിനെ വില്ലൻ ഇടിക്കാൻ വരുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് യുവാക്കൾ കത്തി എറിഞ്ഞുകൊടുത്ത് തിയേറ്ററിന്റെ സ്ക്രീൻ പോലും കീറിപ്പോയിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ വൈകാരികമാകുന്ന ആരാധകർ പോലുമുണ്ട്. അല്ലു അർജുന്റെ അറസ്റ്റും അല്ലു അർജുൻ ജയിലിൽ ആയതുമൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൂടി വഴിവെച്ചേക്കാം. വലിയ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്ന് പോലും പ്രതികരിച്ചവർ ഉണ്ട്. പക്ഷേ എന്താണ് തെലങ്കാനയിൽ നിന്നും അതോടൊപ്പം ആന്ധ്രയിൽ നിന്നും ഒക്കെ ലഭിക്കുന്ന വിവരങ്ങൾ? അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ ആളുകളുടെ, പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അല്ലു അർജുൻ്റെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ആരാധകരുടെ ഒരു ആൾക്കൂട്ടം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ജയിലിന് പുറത്ത് അല്ലു അർജുൻ മോചിതരാകുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും വലിയ ആൾക്കൂട്ടം ഉണ്ടായി. അല്ലു അർജുൻ്റെ ജയിൽ മോചിതനാകുന്ന സമയം ആളുകൾ വലിയ ആഘോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അവരിൽ വലിയൊരു ആഹ്ലാദം നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തു. പ്രത്യേകിച്ച് ചെഞ്ചൽഗുഡ സെൻട്രൽ ജയിലിന് പുറത്തും വലിയ ആൾക്കൂട്ടം, തെലങ്കാന ഹൈക്കോടതിക്ക് മുന്നിലും
ആൾക്കൂട്ടം ഈ അല്ലു അർജുൻ്റെ അനുകൂലമായ നിയമവിധി വരുന്ന ഘട്ടത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അതേസമയം ഈ സിനിമാ മേഖലയിൽ നിന്ന് നിരവധി ആളുകൾ ഈ അല്ലു അർജുന് പിന്തുണയുമായി എത്തുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുത്തെ ഈ അശോക് പണ്ഡിറ്റിനെ പോലുള്ളവർ അല്ലു അർജുൻ യാതൊരു തരത്തിലും ഇതിൽ കുറ്റക്കാരനല്ല, അല്ലു അർജുനെ പ്രതിയാക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാട് സ്വീകരിച്ച് ഏറ്റവും ഒടുവിൽ പരസ്യമായി അദ്ദേഹവും രംഗത്തെത്തി. ഒപ്പം തന്നെ രവികൃഷ്ണൻ എന്ന BJP MPയും അവിടുത്തെ മറ്റൊരു പ്രമുഖ നടനും അല്ലു അർജുൻ നേരെ ഉണ്ടായ ഈ അറസ്റ്റ് തീർച്ചും ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയുന്നു. ഒരു ദേശീയ പുരസ്കാരം നേടിയ ഒരു അഭിനേതാവിനെ, ഒരു കലാകാരനെ ഈ നിലയ്ക്കാണോ ഈ രാജ്യം നോക്കിക്കാണേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഇത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു കരുത്ത ദിനമാണ്, അല്ലെങ്കിൽ ഒരു കറുത്ത ദിവസമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ വലിയ പ്രതികരണം ഉണ്ടായി വരികയാണ്. വിവേക് ഒബ്രോയെ പോലുള്ളവർ ഈ വിഷയം ചോദ്യം ചെയ്ത് രംഗത്തെത്തുന്നു. കങ്കണ റണൌട്ട് അല്ലു അർജുനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അതുപോലെ ഉർവശി അപ്സര തുടങ്ങി നിരവധി പ്രമുഖർ, രശ്മിക മന്ദാനെ ഇത് തനിക്ക് അവിശ്വസനീയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയത്തെ പറ്റി എക്സിൽ കുറിച്ചത്. ഇത് എല്ലാ കുറ്റങ്ങളും ഒറ്റ വ്യക്തിയുടെ മുകളിൽ കെട്ടിവെക്കുന്നത് എങ്ങനെ എന്നാണ് രശ്മിക മന്ദാന റിലീസിംഗുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രീമിയർ ഷോയ്ക്ക് ഇടയിൽ ആയിരുന്നു രേവതി എന്ന യുവതി മരണപ്പെട്ടത്. തിക്കിലും തിരക്കിലും പെട്ടാണ് മരണപ്പെട്ടത്. അവരുടെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള കേസ് ആണ് നിലനിൽക്കുന്നത്. ആ കേസിലെ പ്രതികളിൽ ഒരാളായ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് നാടകീയമായിട്ടായിരുന്നു. എന്തായാലും ഒരു രാത്രിക്ക് ശേഷം മാത്രമാണ് അല്ലു അർജുന് ജയിൽ മോചിതനാകാൻ സാധിച്ചത്. ഇത് രാഷ്ട്രീയ പകപോക്കൽ ആണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. നിയമപരമായി വിഷയത്തെ നേരിടും എന്നതുണ്ട്. ആരാധകരും വലിയ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നുമുണ്ട്.